അപ്പോൾ ഗൈസ് ഞങ്ങൾ വന്നിട്ട് ഇപ്പം അജൂരി അജോലിക്ക് ലീവായി ഒരു മാസം നിൽക്കുക. അപ്പോൾ അജോരി അജോരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിപ്പം അവർക്ക് വെക്കേഷനാണ്. അജോലിക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, ഒന്നും ചെയ്യുന്നില്ല. അജോലിക്ക് ഇടയ്ക്കൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പം അവൾക്ക് ക്ലാസ്സൊന്നും ഇല്ല. അപ്പോൾ നാളെ വന്നിട്ട് തമിഴ് ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന അജോല എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാളെ അജോല അപ്ലോഡ് ചെയ്യും. അപ്പം നാളെ എന്ന് പറഞ്ഞാൽ അപ്പം ഇത് കാണുമ്പം എല്ലാവർക്കും തമിഴ് പുത്താണ്ട് നൽവാഴ്ത്തുക്കൾ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ട് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷുനാഥാ തമിഴ് പുത്ത വിഷു സെയിം. അപ്പം അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇത് തമിഴ് ന്യൂ ഇയറിൻ്റെ ആശംസകൾ. ഇപ്പൊ ഞങ്ങളൊരു വിഷു ലിറ്ററൽ മീനിങ് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു വിഷു ലിറ്ററൽ മീനിങ് തന്നെ. നീ മിണ്ടാതിരിക്കേ. പക്ഷെ പപ്പ മാത്രം റെഡി അല്ല, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ റെഡി ആയിട്ട് ഇനി പോകണം. പോയിട്ട് വേണം ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാനായിട്ട്. അതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്. മാരേജ് പോകുന്നത് വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഈസ്റ്ററിൻ്റെ നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. നോൺ വെജ് കഴിച്ചു, പക്ഷെ ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പോൾ കുറേ നാളായി. അപ്പം ഞാനും അജോലൊക്കെ വെയിറ്റിങ്ങിലാണ് ബിരിയാണി കഴിക്കാൻ. പക്ഷെ അവിടെ പോകുമ്പോൾ ഇപ്പോൾ കുറേ നേരമായി, ഇപ്പോൾ 9 മണി ആവാറായി. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടോന്ന് അറിയില്ല. അപ്പോൾ ഒരു ഡൗട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ബിരിയാണി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ബിരിയാണി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അജോല പറയുന്നത്. എന്തോ ആയാലും ചുമ്മാ പോയിട്ട് വരാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ ഇരിക്കുവാണ്. പപ്പ റെഡിയായി ഉടനെ ഇവിടുന്ന് ഇറങ്ങണം. പിന്നെന്ന് വെച്ചാൽ ഞാൻ എത്ര വീഡിയോ ഇടാൻ വൈകിയെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് അജോല അത് എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഭയങ്കര എന്താ പറയുക, എനിക്കൊരു മോട്ടിവേഷൻ തരാൻ പറഞ്ഞാൽ അവൾ തരുന്നില്ല. ഇപ്പൊ എക്സാം ഒക്കെ പഠിക്കാൻ ശരി. അപ്പോൾ വന്നിട്ട് എക്സാമൊക്കെ പഠിക്കാനുള്ള കാരണം അതൊരു ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞപ്പോൾ അപ്പ വീണ്ടും അവൾ ടയർഡായി. പിന്നെ വീണ്ടും അവൾ ബിസിയായി. അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സമയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുക, റീൽസ് കാണുക, അത് കാണുക, ഇത് കാണുക. അവൾ ഫുൾ ബിസിയാണ്. അപ്പോൾ പിന്നെ അത് കാരണം എനിക്കൊരു ഇതില്ല, ഒരു എന്താ പറയുക, ഒന്നും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പോൾ ആദ്യം എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇനിയും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. പിന്നെ എനിക്ക് ആകെ ബോറിങ് ആയിപ്പോയി, ലൈഫേ ബോറിങ് ആയിപ്പോയി. അപ്പം ശരി, ഇപ്പോൾ അജോല എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് അജോല എഡിറ്റ് ചെയ്തിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ശരി എന്നാൽ സംസാരിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചത്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് പതുക്കെ പറയാം. പിന്നെ അടുത്ത മാസം കണ്ട എല്ലാം കട്ട് ചെയ്യാന്ന് ഇപ്പൊ കണ്ട. ഞാൻ പിന്നെ എന്തിനാ കഥ പറഞ്ഞോണ്ടിരിക്കുന്ന ഇവിടെ? ഞാൻ പറയാം അതൊന്നും ശരിയാവില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് യൂത്ത്, പിന്നെ ദുരന്തർ 2 ഞാനും അവരുടെ പപ്പിയും മാത്രം പോയി കണ്ടു. പിന്നെ ഇത് വാഴ 2 കണ്ടു. ഇത് 3 നല്ല മൂവീസാണ്. അപ്പോൾ അതാണ് ഒരു സംഭവം. ഈ എക്സാമിനും ഇത് ഇത്രയും ദിവസത്തിൽ നടന്ന ഒരു സംഭവമാണ് അത്. 3 സിനിമ പോയി കണ്ടു ഞാൻ. അതാണ് 3 നല്ല പടമായിരുന്നു. അതിൽ വന്നിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ദുരന്തർ 2 വാഴ 2 ആണ്. പിന്നെ യൂത്ത് പിന്നെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് മാത്രം വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതങ്ങനെ. പിന്നെ അടുത്ത മാസം റിസൾട്ടാണ് 2 പേരുടെയും. പിന്നെ ഇപ്പോൾ ഈ മാസം എലക്ഷനാണ്. ഹലോ, അടുത്ത മാസം റിസൾട്ട് എന്താ CBSE അച്ഛനെ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ അടുത്ത മാസം അനുമതിയായിരിക്കാൻ இல்ல இந்த மாசத்துல வந்துரும். ஏப்ரல் ஹாஃப்ல ஏப்ரல் பாதியில வரும்னா. எப்போ ஆறு പറഞ്ഞു? அதெல்லாம் எப்பயோ சொல்லிட்டாங்க. நீங்க என்னன்னா ஐயோ അതൊന്നും എനിക്കറിയില്ല. മെയിലല്ല റിസൾട്ട് വരിക. അത് മെട്രിക്കുലേഷൻ. ശരി, അപ്പോൾ അജോല ഈ മാസം റിസൾട്ട് വരുന്നാണ് പറയണത്. അത് കേട്ടപ്പോൾ അയ്യോ എനിക്ക് വയ്യ. അപ്പം പിന്നെ അജോല റിസൾട്ട് അടുത്ത മാസം, ഇലക്ഷൻ്റെ റിസൾട്ട് അടുത്ത മാസമാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയുക, ട്രീറ്റ് ആയിരിക്കും. ഭയങ്കര എന്താ സംഭവവികാസങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പം പിന്നെ എന്നിട്ട് പിന്നെ ഇന്ന് നടന്നൊരു കാര്യം, വിജയ് വന്നിട്ട് പൂവിട്ടപ്പോ നല്ല കോമഡി ആയിരുന്നു സംഭവം. പിന്നെ വേറെന്താ, எங்க ஷாட் வந்து இப்படி. ஐயோ வருது 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 வருது. எடுத்தா காய் காய் போதும். அப்படியே திரும்ப அப்படியே
ஏதாவது சொல்லுங்க ஏதாவது சொல்லுங்க ஏதாவது சொல்லுங்க ആളുടെ വീഡിയോ ഇടാനായിട്ട് ഞാനായിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായില്ല അപ്പൊ ഈ പ്രാവശ്യം മിസ്സാകാൻ പാടില്ല തൊട്ട് എടുപ്പിക്കുന്നു போஸ்ட் பண்ணுங்க நீங்க அவங்க பாருங்க அவங்க இவங்க നൈസ് നൈസ്. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്ത കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി അവിടുന്ന് താമസം മാറി. അപ്പം ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെയുള്ള കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ മാരേജിൻ്റെ തന്നെ എൻഗേജ്മെൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പം പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിന്. അപ്പം ഞാൻ പേരിൽ അനിത എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തെന്ന് മാത്രം. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയെന്ന് വെച്ചാൽ പാല് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് കയറിയത്. അപ്പോൾ ഫ്രൂട്ട് മിക്സർ ഞാനോ ജോറിയോജലും കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കടയിലെ ചേച്ചിയോട് കുറച്ച് സംസാരിച്ചു. ചേച്ചിയല്ല, എല്ലാവരും എനിക്ക് ചേച്ചിയാണ്. ഞാൻ എന്തോ വളരെ പ്രായം കുറവുള്ളവരെ എൻ്റെ വിചാരം. അപ്പോൾ അതുകൊണ്ട് കടയുടെ ഓണറിനോടത്തൊക്കെ സംസാരിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു.